ഓണാഘോഷങ്ങളുടെ ന്യൂജൻ വൈബുകൾക്കിടയിലും പാരമ്പര്യ തനിമ ഒട്ടും ചോരാതെ വീട്ടുമുറ്റങ്ങളിൽ വീണ്ടും ഒരു തിരുവോണത്തിൻ്റെ വരവറിയിച്ച തൃക്കാക്കരയപ്പന്മാരെത്തി. സംസ്കാരങ്ങളും ആഘോഷ രീതികളും വികലമാക്കുന്ന പുതിയ കാലത്തും തനിമ ചോരാതെ തുടരുന്ന മാദേവർ പൂജ പല വീടുകളിൽ ഇന്നും തുടരുകയാണ്. ഏതു വലിയ മാറ്റങ്ങൾക്കിടയിലും ചില ഓർമ്മകൾ മായാതെ നിലനിൽക്കാറുണ്ട്. കൈവിട്ടുപോകാത്ത ഒരുപാട് നന്മകളുടെയും വിശ്വാസത്തിൻ്റെയും അടയാളമായി തിരുവോണത്തെ വരവേൽക്കാൻ വീടുകളിൽ തൃക്കാക്കരയപ്പനും പരിവാരങ്ങളും എത്തി. കളിമണ്ണ് കുഴച്ച് പിരമിഡ് ആകൃതിയിൽ ഓണത്തപ്പനെ മെനഞ്ഞെടുക്കുമ്പോൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരുന്ന സംസ്കാരത്തിന്റെ മധുര ബന്ധങ്ങൾ കൂടിയാണ് പിറവിയെടുക്കുന്നത്. ഉത്രാട നാളിൽ വൈകിട്ടാണ് വീടുകളിൽ പരമ്പരാഗത രീതിയിലുള്ള തൃക്കാക്കരയപ്പ പ്രതിഷ്ഠ നടക്കുന്നത്. അരിമാവണിഞ്ഞ് നാക്കിലയിൽ പീഠം വെച്ച് തൃക്കാക്കരയപ്പനെയും പരിവാരങ്ങളെയും കുടിയിരുത്തുന്നു. കൃഷ്ണകിരീടവും തുളസിയും മുക്കുറ്റിയും അടങ്ങുന്ന തൊടിയിലെ പൂക്കൾ കൊണ്ടാണ് മാദേവരെ അണിയിച്ചൊരുക്കുന്നത്. പണ്ട് തൃക്കാക്കരയിലേക്ക് പോകാൻ കഴിയാത്ത പ്രജകൾക്കായി വീട്ടുമുറ്റങ്ങളിലേക്ക് പകർന്നു നൽകിയ ഈ ആചാരം ഭക്തിയോടെ വരും തലമുറയ്ക്കുള്ള പാഠമായി ഇന്നും പല വീടുകളിലും തുടരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ കണ്ടുവരുന്ന വീട്ടിലും വീടിനടുത്തുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഓണക്കാലത്ത് ഇങ്ങനെ തൃക്കാക്കരപ്പനെ ഉത്രാടം നാൾ തൊട്ടിട്ട് തൃക്കാക്കരപ്പനെ വെക്കുക എന്നുള്ളത്. നമ്മളത് പുതിയ തലമുറയ്ക്കും അത് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ തുടർന്നു വരുന്നത്. ശർക്കരയും നാളികേരവും തുമ്പപ്പൂവും ചേർത്ത അരിപ്പൂവടയാണ് ഓണത്തപ്പനുള്ള ആദ്യ നിവേദ്യം. പൂവടയുടെ സുഗന്ധം മുറ്റത്താകെ നിറയുമ്പോൾ ഐശ്വര്യത്തിനായി പൂപ്പാട്ടുകളും ആർപ്പുവിളികളും ഉച്ചത്തിൽ മുഴങ്ങും. വിവരസാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ഈ കാഴ്ചകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പാരമ്പര്യത്തെയും ഹൃദയങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണ് തിരുവോണം എന്നുള്ളതാണ്. ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി കെ അരവിന്ദൻ, അമൃത ന്യൂസ്.